ഹായ് വ്യൂവേഴ്സ്, കിടുക്കളയിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ്, അതായത് കപ്പ പുഴുക്ക്. ഇനി അധികം വലിച്ചു നിൽക്കാതെ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 1 കിലോഗ്രാം കപ്പ എടുത്ത് ക്ലീൻ ആക്കി അരിഞ്ഞു വയ്ക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പൊടിച്ച ജീരകം, ഉപ്പ് ആവശ്യത്തിന്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഇതിന്റെ അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി മിക്സിയുടെ അരയ്ക്കുന്ന ജാറെടുത്ത് ചിരകിയ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില അല്ലാതെയും ഇടാം. ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് അരയ്ക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം കപ്പയുടെ മുകളിലായി നിൽക്കും. നമുക്ക് കപ്പ പാകമാണെന്ന് നോക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. പാകമായെങ്കിൽ അതിലെ വെള്ളം അരിച്ചു കളഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. അതിനുശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് കപ്പ ഇളക്കിയെടുക്കുക. നല്ല കിടുക്കൻ കപ്പ തയ്യാർ. ഇതിൽ നല്ല മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.